ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി അയലക്കറിയാണ്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള അയല കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി അയലക്കറി ഉണ്ടാക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അയല വെച്ചിട്ടൊരു സൂപ്പർ കറി. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ അയല എടുത്തിട്ടുണ്ട്. ഏകദേശം 4 എണ്ണം ഉണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള അയലയാണ് എടുത്തിരിക്കുന്നത്. ഈ നല്ല കഴുകി വൃത്തിയാക്കി നമുക്കിതൊരു ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കേണ്ടതുണ്ട്. അയല നല്ല വൃത്തിയായി കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിനായിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാനുണ്ട്. ഒരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ അങ്ങ് ചൂടായി വന്നാൽ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉലുവ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ കുറച്ച് വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കടുകും ഉലുവയും നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അതും ഇതേപോലെ ഇളക്കിക്കൊണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ ചെറിയ ഉള്ളിയൊക്കെ ചെറിയ തോതിൽ ഒന്ന് വാടി വന്നാൽ പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കി അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ തന്നെ തക്കാളി വാടി കിട്ടുന്നതാണ്. ഇപ്പോൾ തക്കാളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർക്കണം. അരപ്പ് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചതാണ് ഈ പുളി. അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം മതിയാവും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അയല ഓരോ കഷ്ണങ്ങളാക്കി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അയല കഷ്ണങ്ങൾ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തോതിൽ ആ കറിയിലേക്ക് ഒന്ന് താഴ്ത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അയലയാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. കൂടുതൽ വേവിൻ്റെ ആവശ്യമില്ല. അടച്ച് വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതോടുകൂടി നമ്മുടെ മീൻ ഇവിടെ റെഡി ആകുന്നതാണ്. കഷ്ണങ്ങളൊക്കെ ഉടയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു അയലക്കറിക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.